എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഒരു വീഡിയോ ചെയ്തിട്ട്. ഞാനിപ്പോൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ സാമ്പ്രാണിക്കോടി എന്ന സ്ഥലത്തേക്കാണ്. ബോട്ടിൽ കയറിയുള്ള ഈ യാത്ര തന്നെ വളരെ രസമാണ് കേട്ടോ. ചുറ്റും വിശാലമായി കിടക്കുന്ന കായലും കണ്ടൽക്കാടുകളും പക്ഷികളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ കായലിന് 20 അടിയോളം താഴ്ച ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബോട്ടിൽ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇരിക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം, കാരണം നല്ല താഴ്ചയുണ്ട്. മണിക്കൂറാണ് നമുക്കിവിടെ സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ കുറച്ചധികം ആയാലൊന്നും കുഴപ്പമില്ല. 100 രൂപയ്ക്ക് 1 മണിക്കൂർ എന്ന ഇതിലാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ ബോട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ഒരു ഇരുമ്പിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് നമുക്ക് ഒരു മുട്ടിന് വരെ മാത്രമേ വെള്ളമുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ചുറ്റുമൊക്കെ നല്ല ആഴത്തിലാണ് വെള്ളം കിടക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രം മുട്ടിന് വരെ വെള്ളമുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ അതിൽ നടന്ന് പോവാം. ഈ കണ്ടൽക്കാട്ടിലേക്കൊക്കെ നമുക്കിങ്ങനെ നടന്ന് പോകാൻ പറ്റും. ആദ്യമൊക്കെ നമുക്ക് കുറച്ച് പേടി തോന്നും, എവിടെയെങ്കിലും ആഴത്തിലുള്ള ആഴം ഉണ്ടാവുമോ, അതിൽ വീണു പോകുമോ എന്നുള്ളൊരു പേടിയൊക്കെ തോന്നും. നല്ല രസമാണ് ഇതിൽ നടക്കാൻ. അപ്പം ശ്രദ്ധിക്കേണ്ടത് ഈ വെള്ളത്തിനടിയിൽ ചെറിയ കുറ്റികളൊക്കെ ഉണ്ട്, മരത്തിന് ഈ കണ്ടൽ ചെടിയുടെ ചെറിയ കുറ്റികളും, അതുപോലെ ഈ കുപ്പിച്ചില്ലൊക്കെ ഉണ്ട്. എൻ്റെ കാലിന് ചെറിയൊരു കുപ്പിച്ചില്ല് തറച്ചു. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ആ കാര്യങ്ങൾ. ഇവിടെ കുറേ തോണിക്കാരെ കാണുന്നുണ്ട്. അപ്പോൾ അവർ നമ്മളെ ഇതിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ തുരുത്തുകളുണ്ട്, കണ്ടൽക്കാടുകൾ നിറഞ്ഞു കിടക്കുന്ന തുരുത്തുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ കൊണ്ടുപോകും. അപ്പോൾ അതിന് വേറെ റേറ്റ് നമ്മൾ കൊടുക്കണം. ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് ആ കായലിൽ ചെറിയൊരു പിന്നെ സവാരി നടത്താൻ പറ്റിയ ഒരു സംവിധാനമാണത്.
പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ആഴം കുറഞ്ഞ ആ ഒരു ഭാഗത്തൂടെ നമുക്കിങ്ങനെ നടക്കുക എന്നുള്ളതാണ്. പിന്നെ ആ ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ കച്ചവടം ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ഉപ്പിലിട്ട നെല്ലിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും. ഞങ്ങൾ ചെന്ന ദിവസം അവിടെ വേറെ വിഭവങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയോട് ചോദിച്ചപ്പം പറഞ്ഞത് അവിടെ കപ്പ പിന്നെ അതുപോലെ കക്കിറച്ചിയൊക്കെ ഉണ്ടാവാറുണ്ട്. അന്ന് എന്താണെന്നറിയില്ല. എങ്ങനെ വില എങ്ങനെ? വേവിച്ച് കൊടുത്താൽ ആൾക്കാർ നന്നായി കഴിക്കുക. സാമ്പ്രാണിക്കോടി എന്ന പേര് വരാൻ ഉള്ള കാരണം ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ പുരാതന കാലത്ത് ചൈനയിൽ നിന്നുള്ള ചെറിയ കപ്പലുകൾ ഇവിടെ നങ്കൂരട്ടിരുന്നെന്നും അവയെ ചാമ്പ്രാണി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നതെന്നാണ് കണ്ടത്. ആ പേരിൽ നിന്നാണ് സാമ്പ്രാണിക്കോടി എന്ന പേര് വന്നതെന്നാണ് ഗൂഗിളിൽ കണ്ടത്. ശരിക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഇത്രയും ആഴമുള്ളൊരു കായലിൻ്റെ നടുക്ക് ഇത്ര ആഴം കുറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ നടന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് രസമാണ് ശരിക്ക്. അപ്പോൾ അങ്ങനെ അധികം നേരം ഒന്നും അവിടെ 1 മണിക്കൂറോളമൊക്കെ ചിലവഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം കൊണ്ട് അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ആസ്വദിച്ച് അങ്ങനെ നിൽക്കാം. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് തിരിച്ചു പോവാണ്. നല്ലൊരു അനുഭവമായിരുന്നത്.